അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഇന്ന് വളരെയധികം സന്തോഷത്തിലാണ് നമ്മുടെ ഉമ്മുൽ ഖൈർ. തൻ്റെ ഭാര്യയ്ക്ക് വളരെയധികം പതിവിലേറെക്കാളും വളരെയധികം ഉഷാറ് കണ്ടിട്ട് അറബി തന്നെ ചോദിക്കുന്നു, അല്ല ഇന്നിപ്പോൾ ഇത് എന്താ ഇങ്ങനെയൊക്കെ, ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, ഏത് സമയം ഇബാദത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്ന നിനക്ക് ഇന്നിപ്പോൾ ഒന്ന് ഒന്നും കൂടെ ആക്റ്റീവായിട്ട് കിച്ചണിലേക്കൊക്കെ ഒന്ന് സെർവൻസിൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാനൊക്കെ പോകുന്നത്. അറബിയുടെ കാര്യത്തിൽ അത്ര സമാധാനമുണ്ടായിരുന്നില്ല നമ്മുടെ ഉമ്മുൽ ഖൈറിന്. കാരണം ആ ഒരു അറബി എന്ന് വെച്ചാൽ അത്തരക്കാരനാണ്. അതെ, പെണ്ണ് കെട്ടണം പെണ്ണ് കെട്ടണം എന്നുള്ള ചിന്ത മാത്രമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലും. എന്നാൽ അതിനിടയിൽ ഹംദിയെ കല്യാണം കഴിക്കാനും നിക്കാഹ് കഴിക്കാനൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നല്ലോ, അതിൽ നിന്നൊക്കെ നൈസായിട്ട് രക്ഷപ്പെട്ടു ആ കുട്ടി എന്ന് തന്നെ പറയാം. ഉമ്മുൽ ഖൈറിന് വല്ലാത്ത വിഷമായിരുന്നു. എന്നാൽ പലവട്ടം അറബി അവളെ പറഞ്ഞ് പേടിപ്പിക്കാറുണ്ടായിരുന്നു. അതെ, നിനക്ക് മാത്രം അവകാശപ്പെട്ടതല്ല ഇതൊന്നും, മനസ്സിലായല്ലോ, എനിക്ക് എൻ്റെ ഇഷ്ടം പോലെ ജീവിക്കാം. എന്നാൽ അതിനിടയിൽ ഓർമ്മക്കുറവിൻ്റെ ഒരു അസുഖം കൂടി വന്നതുകൊണ്ട് ഇപ്പോൾ ഉമ്മുൽ ഖൈറിന് വല്ലാതെ ടെൻഷനില്ല. ഹോ പഠിച്ചോനെ അല്ലാ, എന്തൊക്കെ തന്നെയാലും ഓരോ വാക്കുകൾ ക്രൂരമ്പുകൾ പോലെ അത് ഹൃദയത്തിൽ കുത്തി നിറക്കുമ്പോൾ വല്ലാത്ത വിഷമാണ്. ഇന്ന് പതിവിലും നേരത്തെ എല്ലാ കാര്യത്തിലും സെർവൻസിൻ്റെ കൂടെ ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ ഉമ്മുൽ ഖൈർ. അറബി അവരുടെ കാര്യങ്ങൾ പറഞ്ഞു. എന്താന്നാവോ ഇന്നത്തെ പ്രത്യേകത? ഓഹ്, നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു പല വട്ടങ്ങളായിട്ട്, പക്ഷേ നിങ്ങളത്ര ചെവി കൊണ്ടില്ല. എന്തിന് എന്നായിരുന്നു. പക്ഷേ എനിക്ക് ഒരു മോനെ പ്രസവിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഒരു മോളെയും. എനിക്ക് കുഞ്ഞുങ്ങളെ തരാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പഠിച്ചവനായിട്ട് തന്ന ഒരു മോനുണ്ട്. ആ മോന് നിൻ്റെ അടുത്തേക്ക് വരികയാണ്. ഓ അങ്ങനെ. ഷാമിലിൻ്റെ കാര്യമായിരിക്കും നീ പറഞ്ഞത്. അതെ, ഷാമിലിൻ്റെ കാര്യം തന്നെയാണ്. എന്താ, എന്ത് കാര്യം? എനിക്ക് എപ്പോഴും ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള വ്യക്തി അവൻ തന്നെയാണ്. അതെ, അവനെ കഴിച്ചിട്ടേ ഉള്ളൂ എനിക്ക് ബാക്കി. ഓഹോ, ഇപ്പം അങ്ങനെയായില്ലേ. ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, നിനക്ക് മക്കളെ കിട്ടാൻ വേണ്ടി ഞാൻ മറ്റൊരു വിവാഹം കഴിക്കാം. എന്തിന്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എനിക്ക് അള്ളാഹു നൽകി. എനിക്കിപ്പോൾ ഒരു മോനുണ്ടാവുമായിരുന്നെങ്കിൽ അവൻ്റെ പ്രായമായിരിക്കും, അതെനിക്ക് ഉറപ്പുണ്ട്. അത് അവൻ്റെ പ്രായമുള്ള മോന് എനിക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അന്ന് ഉണ്ടാകുകയാണെങ്കിൽ. പക്ഷേ ഇല്ലാതായി പോയല്ലോ. അതിന് പകരമായിട്ട് പഠിച്ചവനക്ക് തന്നിട്ടുണ്ട്. എൻ്റെ പൊന്നു മോനെന്ന് വരുന്നുണ്ട്. പിന്നെ ഇനി മോനെ കൊണ്ട് കല്യാണമൊക്കെ കഴിപ്പിക്കണം ഇൻഷാ അല്ലാ. ശരിക്കും അറബിക്ക് ദേഷ്യം വന്നു. ഓഹോ, നിനക്ക് നിൻ്റെ മോന് ഏതോ ഒരുത്തൻ തൻ്റെ മോനാക്കി വെച്ചാൽ എന്ന് കരുതിയിട്ട് ഞാൻ അവനെ ഇളം പ്രായത്തിൽ തന്നെ അവനെ കണ്ടു തുടങ്ങിയതല്ലേ. എന്തെന്നറിയില്ല, എന്നെ വളരെയധികം സ്നേഹമാണ് എന്നോട് അവനക്ക്. എനിക്കും അങ്ങനെ തന്നെ. എൻ്റെ എല്ലാ കാര്യത്തിനും അവനുണ്ടാകും. ഓ, എന്തൊക്കെ തന്നെയായാലും അന്യ ആളല്ലേ. അന്യ ആളാണെങ്കിൽ കൂടിയിട്ട് ഞാൻ അവൻ്റെ മുമ്പിലേക്ക് ഔറത്ത് വെളിവാക്കിക്കൊണ്ട് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അതെ, ഞാൻ നല്ല രീതിയിൽ ഇസ്ലാമിക വേഷത്തിൽ തന്നെയാണ് അവൻ്റെ മുമ്പിൽ നിന്നിട്ടുള്ളൂ. അതിലെനിക്ക് പഠിച്ചവൻ്റെ മുമ്പിൽ പേടിയില്ല. കാരണം തെറ്റായ വാക്കുകൾ ഞാൻ അവനോട് പറയുകയോ അവൻ എന്നോട് പറയുകയോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും ഒരു ഉമ്മ മകൻ ബന്ധം പോലെ തന്നെയാണ് കഴിഞ്ഞിട്ടുള്ളത്. എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും അവനായിരുന്നു. അതുമാത്രമല്ല, എൻ്റെ അജുവ തോട്ടങ്ങൾ നോക്കിയിരുന്നതും അതിലുള്ള വിളവെടുപ്പും അത് ബിസിനസ്സിന് വേണ്ടി കൊണ്ടുപോകുന്നതും അതൊക്കെ അവൻ തന്നെയായിരുന്നു. ഓഹോ, എന്നിട്ടാണ് അവൻ മുങ്ങിയത് അല്ലേ? അവൻ മുങ്ങിയത് ഓർമ്മയുണ്ടോ നിനക്ക്? എല്ലാം കൂടിയിട്ട് അവൻ മുങ്ങിയെങ്കിൽ അതിന് പിന്നിലും വലിയൊരു സത്യമുണ്ട്. അപ്പം നിങ്ങൾ ഒത്തുകളിയാണോ? അതല്ല, മുങ്ങിയെങ്കിലും പടച്ച റബ്ബിനോട് ഞാൻ അവനെ ഏൽപ്പിച്ചിരുന്നു. അതെ അള്ളാഹുവേ, ഞാൻ അത് എന്തൊക്കെ തന്നെയാലും വീട്ടിൽ നിന്ന് ആരെങ്കിലും ഇറങ്ങുകയാണെങ്കിലും അള്ളാഹുവിനോട് പറയും, അള്ളാഹുവേ നിൻ്റെ 2 മലക്കുകൾ ഇറക്കി കൊടുക്കല്ല എൻ്റെ കുട്ടിക്ക്, നിൻ്റെ സഹായം അവർക്ക് നീ കൊടുക്കല്ല, ഞാനത് പറയാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല നല്ല രീതിയിൽ എല്ലാം അങ്ങ് ഭംഗിയായി നിർവഹിച്ചു. അതെ, ആ ഒരു കാരണം കൊണ്ട് എൻ്റെ ഹംദക്ക് വരെ ജീവിതം കിട്ടി. ശരിക്കും സത്യമായിട്ടും അൽഹംദുലില്ലാ. അതൊക്കെ ഒരു കാരണം. അള്ളാഹു എന്തെങ്കിലും ഒരു വിഷമം ഒരു നിമിഷം തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിറകിൽ വലിയൊരു സന്തോഷം നമുക്ക് വരും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓ, ഞാനിപ്പോൾ അത് ശ്രദ്ധിക്കല്ലേ. അല്ല, നിങ്ങൾക്കെന്താ അവൻ വരുന്നതിൽ ഇത്രയധികം വിഷമം? ഒന്നുമില്ല. പിന്നെ നിനക്കൊരു പ്ലാനിങ് ഉണ്ടാകും. നിൻ്റെ മകനായി അവനെ വളർത്തിക്കഴിഞ്ഞാൽ എൻ്റെ സ്വത്ത് കൂടെ അവന് കൊടുക്കാം എന്നുള്ളത്. ഒരിക്കലും നടക്കില്ല കേട്ടോ. ഏയ് മനുഷ്യ, ഞാനത് ആഗ്രഹിച്ചിട്ടേ ഇല്ല. ഒരിക്കലും ഞാനത് ആഗ്രഹിക്കുകയുമില്ല. കാരണം എനിക്ക് തന്നെയുണ്ട് കണക്കിലേറെ. എന്തിനാണ് അവനക്ക് അത്രയധികം സ്വത്ത്?
അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടു കൂടി ഞാൻ അവനക്ക് കൊടുക്കാൻ വിചാരിച്ചാൽ എനിക്ക് ഒരാളുടെയും ഒന്നിൻ്റെയും ആവശ്യമില്ല, എനിക്ക് തന്നെയുണ്ട്. പക്ഷേ അതിലുപരി അവനെ ഏറ്റവും ഒരു പൊന്നു മോനെ പോലെ സ്നേഹിക്കാൻ കഴിയുന്നു, അവൻ എന്നെ സ്നേഹിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയത്. സ്നേഹമാണ് സമ്പത്ത്. അല്ലാതെ ഒരിക്കൽ പോലും ഒരുപാട് തോട്ടങ്ങളും ക്യാഷും ഉണ്ടായതുകൊണ്ട് അതൊക്കെ അങ്ങ് നശിച്ചു പോകും. പക്ഷേ മനസ്സിനുള്ളിൽ സ്നേഹമുണ്ടായിക്കഴിഞ്ഞാൽ ആ ഒരു പ്രാർത്ഥന പരസ്പരം അത് തന്നെയല്ലേ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒന്നും വേണ്ട, എൻ്റെ സ്വത്ത് മുഴുവനും നിങ്ങളെടുത്താലും എനിക്ക് കുഴപ്പമില്ല. അല്ലാതെ പിന്നെ ആർക്കാണ് ആ സ്വത്തൊക്കെ? നിങ്ങൾ മറ്റൊരു വിവാഹം കഴിച്ച് കൂടുകയാണെങ്കിൽ അതിനും എനിക്ക് കുഴപ്പമില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. പക്ഷെ ചെറിയ കുട്ടികളുടെ ഭാവി ജീവിതം നിങ്ങൾ നശിപ്പിക്കരുത്. നിങ്ങളായിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. ശരിക്കും ഉമ്മുൽ ഖൈർ വിരുമ്പിക്കൊണ്ടായിരുന്നു അത് പറഞ്ഞിരുന്നത്. അന്ന് സ്പെഷ്യലായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ അന്ന് എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞപ്പോൾ അറബിക്കും സംശയം തോന്നി. മറ്റാരുമല്ല, അവളെ മകന് വരുന്നുണ്ടല്ലോ. അവളെ മകനെന്ന് വെച്ചാൽ എന്താ, ഒരിക്കൽ പോലും അവൾ പ്രസവിച്ചതല്ല, പിന്നെ ആരുടെയോ ഒരു ദത്തുപുത്രൻ എന്ന് വേണമെങ്കിൽ പറയാം. ദത്തെടുത്തിട്ടുമില്ല. അങ്ങനെ ഒരു മോനെയാണ് അവൾ ഇങ്ങനെ കാത്തിരിക്കുന്നത്. എന്നാൽ സെർവൻസിനോടെല്ലാം അതിൻ്റെതായ നിർദ്ദേശങ്ങളെല്ലാം ഉമ്മുൽ ഖൈർ നൽകുന്നുണ്ട്. അത് അവനക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം, അവനക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള പലഹാരങ്ങൾ അതെല്ലാം സെറ്റാക്കുവാൻ വേണ്ടിയിട്ട്. ഷാമിൽ അതാ വരുകയാണ്. അവൻ ഫ്ലൈറ്റ് ഇറങ്ങുകയാണ്. അതെ, മരുഭൂമിയുടെ ആ ഒരു മടിത്തട്ടിലേക്ക് അവൻ ഇറങ്ങി വീഴുകയാണ്. ഒരു നിമിഷം ഭർത്താവിനോട് പറഞ്ഞു, അതെ അത് പിന്നെ ഷാമിൽ വരികയാണ്, നമുക്ക് അവനെ എയർപോർട്ട് വരെ ഒന്ന് പിക്ക് ചെയ്യാൻ പോയല്ലോ. നീ ഒന്ന് പോകുന്നുണ്ടോ? നിൻ്റെ ഓരോ അനാവശ്യങ്ങൾ. അതെ, എനിക്കും നിങ്ങൾക്കൊക്കെ ഏറ്റവും ഉപകാരപ്പെട്ട മകനായിട്ട് തന്നെയാണ് അവൻ ഇതുവരെ കഴിഞ്ഞിട്ടുള്ളൂ. നാട്ടിലേക്ക് പോലും പോകാതെ അവൻ വരുന്നുണ്ട്. ആ ഒരു അവസ്ഥയിൽ നമ്മൾ അവനെ സ്വീകരിക്കാൻ പോകുന്നത് ഇത്ര തെറ്റായ കാര്യമാണോ? അറബിയമ്മയൊക്കെ ആണെങ്കിൽ പോയിരുന്നു. അവർ പോകുക വരെ എന്ത് വേണം ചെയ്തോട്ടെ, അല്ലെങ്കിൽ ഷാമിലിനെ ഇവിടെ കൂടുതൽ വഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതെ, അങ്ങ് അരുതാത്തൊന്നും പറയരുത്. അവനുണ്ടായിക്കഴിഞ്ഞാൽ സമാധാനമാണ്, സന്തോഷമാണ് എല്ലാ കാര്യത്തിലും. എന്ത് സന്തോഷമായിട്ട് നിനക്ക്? അല്ല, നിങ്ങൾ വിചാരിക്കുന്ന ആ സന്തോഷമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതെ, എൻ്റെ പൊന്നു മോനെ പോലെയാണ് അവനെ ഞാൻ കരുതിയിട്ടുള്ളൂ. എല്ലാ കാര്യത്തിലും അവനുണ്ടായി എനിക്ക് വിശ്വാസമാണ്. ബാക്കി ആരും എനിക്ക് വിശ്വാസമില്ല. എല്ലാവരും ചതിയാണ് ചെയ്യുന്നത്. ചതിയുടെ കൂടെ വഞ്ചനയുടെ കൂടെ ആണ് ഇന്നത്തെ ലോകം പോകുന്നത്. പക്ഷെ ഒരിക്കൽ പോലും അവൻ അങ്ങനെ എന്നോട് ചതിയായിട്ടോ ഒന്നും ചെയ്തിട്ടില്ല, വേണ്ടാത്തൊരു വാക്ക് പറഞ്ഞിട്ടില്ല. സത്യമായിട്ടും അത് ഷാമിലിനെ അവർക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു. തൻ്റെ പൊന്നു മോൻ വരുന്നുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു. എന്നാൽ ആ നിമിഷം തന്നെ അവിടെയുള്ള മറ്റു ജോലിക്കാരെ വിളിച്ചിട്ട് പറയുന്നു, ഷാമിൽ എയർപോർട്ടിലെത്തും, നിങ്ങളൊന്ന് അവനെ പിക്ക് ചെയ്യാൻ പോകുമോ എന്ന് പറഞ്ഞപ്പോൾ, അതിനെന്താ, അവർക്ക് ഇഷ്ടം പോലെ അർബിച്ചയുടെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടുമല്ലോ, അതുകൊണ്ട് തന്നെ അവർ പോകുന്നു. എന്നാൽ തൻ്റെ പൊന്നുമോനെ വരവേൽക്കാൻ പോകാൻ ആഗ്രഹമുണ്ടായിരുന്നു. തന്നെയും തൻ്റെ ഭർത്താവിനെയും ഉപ്പയുടെയും ഉമ്മയുടെയും രീതിയിലാണ് അവൻ കണ്ടിട്ടുള്ളൂ. എന്നാൽ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞയച്ചു. ഷാമിൽ അതാ ഫ്ലൈറ്റ് ഇറങ്ങി. അല്ലാ പഠിച്ചോനെ, മനസ്സിൻ്റെ ഉള്ളിൽ വേദനയും വിഷമവും കുത്തി നിറച്ചാണ് അവൻ ഇറങ്ങിയത്. നാട്ടിലത്തെ കാര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ എല്ലാം കണ്ണീരാണ്. തൻ്റെ പ്രിയപ്പെട്ട അനിയത്തിമാർ, തൻ്റെ എളാമ റസിയ മക്കളെയും കൂട്ടിക്കൊണ്ടു വന്നിരുന്നു. ഏതായാലും ഉമ്മ ഇവിടെ എത്തിയില്ലേ, എന്തൊക്കെ തന്നെയായാലും അവരവരുടെ കൂടെ ജീവിക്കട്ടെ എന്ന് പറഞ്ഞ്. എന്നാൽ ഇത്താത്താക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു മക്കളെ കൊണ്ടുപോയപ്പോൾ. സാരമില്ല, എന്തായാലും അവരുടെ മക്കളെ കൊടുത്തന്നല്ലേ, എന്തായാലും അല്ല നീ കാക്ക്. ഷാമിലിൻ്റെ മനസ്സിൽ പല പല ചിന്തകൾ വന്നു. അല്ലെങ്കിലും വേഗം ക്യാഷ് അയച്ചു കൊടുക്കണം, അത് അവരുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. എളാമാക്ക് ഞാൻ ഇനിയും ഒരു വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്താൽ ഒരു പക്ഷേ ഇനിയും വലിയ തെറ്റുകളും ചെയ്യാൻ ചാൻസ് ഉണ്ട്. എല്ലാം കൂടി ആലോചിക്കുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ആകെപ്പാടെ തലപെരുക്കാണ്. പെട്ടെന്ന് ക്യാഷ് പണിയെടുത്ത് ക്യാഷ് ഉണ്ടാക്കണം, എന്നിട്ട് ഉപ്പയുടെ ട്രീറ്റ്മെൻറ്റിന് അയച്ചു കൊടുക്കണം. എന്നാൽ എയർപോർട്ടിൽ എത്തിയ ഉടനെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട പിതാവിന് വിളിക്കുകയാണ്. അവൻ വീഡിയോ കോളാണ് ചെയ്തിരുന്നത്. എന്നാൽ ഉപ്പയുടെ ഫോൺ എടുത്തിരുന്നത് ആ ഒരു സിസ്റ്ററായിരുന്നു. അതെ, ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മോനാണോ? ഞാൻ ഉപ്പയെ കൊടുക്കാട്ടോ, ഉപ്പയെ ഞാൻ ഗാർഡനിലേക്കൊന്ന് കൊണ്ടുവന്നിരുന്നു. ആയിക്കോട്ടെ. അല്ല മോൻ എത്തിയോ? അതെ, ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ഉപ്പയുടെ കാര്യത്തിൽ മോനൊന്നും വിഷമിക്കണ്ട കേട്ടോ,
എല്ലാ കാര്യം ഞാൻ നോക്കുന്നുണ്ട്. ഉപ്പയെ നോക്കുന്ന ഡ്യൂട്ടി എനിക്കാണ്. പിന്നെ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് കേട്ടോ. ഒന്നും കൊണ്ട് വിഷമിക്കണ്ടേ. സ്നേഹത്തോടെ തൻ്റെ പിതാവിനെ നോക്കുന്ന ആ ഒരു സിസ്റ്ററുടെ വാക്കുകൾ കേട്ടപ്പോൾ അവൻ്റെ മനസ്സൊന്ന് നിറഞ്ഞു. എന്നാൽ ഒരു നിമിഷം അവൻ്റെ മനസ്സ് വല്ലാതെയായി. അതെ, തൻ്റെ ഉപ്പയുടെ ഭാര്യ അത് അത്രക്കും ക്രൂരയായ ഒരു സ്ത്രീ ആയിരുന്നു. റബ്ബെ, ഉപ്പയെ ഒത്തിരി ഒത്തിരി കടുപ്പം കാട്ടി ഭക്ഷണം വെള്ളം കൊടുക്കാതെ റൂമിലിട്ടു. അത് എങ്ങനെയെങ്കിലും മരിച്ചു പോട്ടെ എന്ന് കരുതി. എന്നാൽ അതൊക്കെ എൻ്റെ ഉപ്പ സഹിച്ചവിടെ നിന്നിരുന്നു. പഠിച്ചോനെ, എന്നാൽ ഉപ്പയുടെ കാത്തിൽ സമാധാനമുണ്ട്. പക്ഷേ ഉപ്പയെ അങ്ങനെയൊക്കെ കാട്ടിയിരുന്ന ആ ഒരു സ്ത്രീ ചെയ്ത അത്യന്തം മോശകരമായ ആ ഒരു പ്രവൃത്തി അത് ഉൾക്കൊള്ളാൻ തന്നെ അവന് കഴിഞ്ഞില്ല. അയ്യേ, വല്ലാത്തൊരു ബുദ്ധിമുട്ട്. എല്ലാം കൂടി കേട്ടിട്ട് തന്നെ വല്ലാത്തൊരു പ്രയാസം, വല്ലാത്തൊരു എനിക്ക് ആവുന്നേ ഇല്ല. എന്നാൽ പ്രിയപ്പെട്ട ഉപ്പയുടെ അരികിലേക്ക് അതാ ഫോണുമായി ആ നേഴ്സ് ചെല്ലുന്നു. ഉപ്പ, പിന്നെ നോക്കി, മോൻ വിളിക്കുന്നു. മോനെ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം ഉപ്പ. മോനെ, ഉപ്പാൻ്റെ കുട്ടി സുഖമായിട്ട് അവിടെ എത്തിയോ? അത് ഉപ്പ. അല്ല, എൻ്റെ കുട്ടി ഇന്നലല്ലേ ഇനി അവിടെ എത്തിയിരുന്നത്, മിഞ്ഞാന്നല്ല പോയത്? അല്ലുപ്പ, ഞാൻ ഇന്നലെയാണ് വന്നത്. അതെന്തേ മോനെ ഒരു ദിവസം ലേറ്റായത്? അത് ഉപ്പ, അത് ചെറിയൊരു ഇഷ്യൂസ്. കുഴപ്പമില്ല, സാരമില്ല, നല്ല റാഹത്തായി എത്തിയില്ലേ? നഴ്സിനോട് ഉപ്പ പറഞ്ഞു എൻ്റെ കുട്ടിക്ക് അവിടെ എത്തിയ സമാധാനം. അവിടെ ഓനക്കൊനുമ്മാനെ പോലെ കരുതുന്ന ഒരു അറബിച്ചുണ്ട്. എല്ലാവരും ഷെയ്ക്കിൻ്റെ ഒപ്പം എൻ്റെ കുട്ടീനെ പറയും. എന്നാൽ അതിനേക്കാൾ ഉപരി സിസ്റ്ററെ, എൻ്റെ കുട്ടിയെ നോക്കണൊരു ഉമ്മ ഉണ്ട് അവനക്കവിടെ. അതെ, എൻ്റെ ഭാര്യ മരിച്ചു പോയെങ്കിലും എൻ്റെ കുട്ടിക്ക് അവിടെ ഒരു ഉമ്മ ഉണ്ട്. സത്യം പറഞ്ഞാൽ നാട്ടിലേക്ക് വരാൻ ഇഷ്ടമില്ലായിരുന്നു എൻ്റെ കുട്ടി. വന്നു കഴിഞ്ഞാൽ അതെ, അവൻ ഇടങ്ങാറായിരിക്കും. അതുകൊണ്ട് എപ്പോഴും അവിടെ നിൽക്കുന്നത് തന്നെയാണ് ഇഷ്ടം. സ്നേഹത്തോടെ നോക്കുന്നൊരു ഉമ്മയുണ്ട്, അത് മതിയില്ലേ? നല്ലത്. എന്തൊക്കെ തന്നെയാലും മോൻക്ക് നല്ലൊരിടമാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ അത് ഷാമിൽ ഫോൺ കട്ട് ചെയ്തു. അവൻ എയർപോർട്ടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത് തന്നെ കാത്ത് അവിടെ 2 പേർ ഇരിക്കുന്നു. അത് മറ്റാരുമല്ലായിരുന്നു, തന്നെ കാത്തിരിക്കുന്ന അത് തൻ്റെ പ്രിയപ്പെട്ട ഉമ്മുൽ ഖൈർ ഉമ്മ പറഞ്ഞയച്ച 2 പേര്. ഷാമിൽ കണ്ടപ്പോൾ തന്നെ അവർ അവൻ്റെ അടുത്തേക്ക് വന്നു. അതെ, നിങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അറബിച്ച് ഏൽപ്പിച്ചതാണ്, കയറിക്കോളും വണ്ടിയിൽ. അങ്ങനെ അവൻ അകത്തേക്ക് തന്നെ കൊണ്ടുവരാൻ വരെ ഇവിടെ ആളുകൾ. പഠിച്ചോനെ, കഴിഞ്ഞ പ്രാവശ്യത്തത് അവൻ ഓർത്തു. അതെ, തൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ മാത്രം കൊണ്ടുവരാതെ, പ്രിയപ്പെട്ട മക്കളെയും ഒന്നും കൊണ്ടുവരാതെ എളാമയും മക്കളും മാത്രം വന്ന ആ നിമിഷങ്ങൾ അവൻ ഓർത്തു. പാവം, അറിയില്ലല്ലോ എൻ്റെ ഉപ്പ അവിടെ അത്യാസന്നമായ നിലയിലാണെന്നുള്ളത്. എന്തൊക്കെ തന്നെയാലും അള്ളാഹുവേ, റബ്ബേ, ഇവിടെ ഇവരത് സ്വീകരിക്കാൻ വന്നിരിക്കുന്നു. ഷാമിലിൻ്റെ ചിന്തകൾ ഓരോ കാര്യങ്ങളിലേക്കായി അങ്ങ് ഒഴുകി പോവുകയാണ്. അവർ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് ഷാമിലിന് ഉത്തരം കിട്ടാത്ത പോലെ. എന്താ ഷാമിൽ, എന്തു പറ്റി എന്നുള്ള രീതിയിൽ അവരും. അതെ, ഈത്തപ്പഴത്തിൻ്റെ ആ തോട്ടത്തിലെ ജോലിക്കാർ. ഇപ്പോൾ തൽക്കാലം ഡ്രൈവിംഗ് ജോലിയൊക്കെ അവർ തന്നെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. എന്നാൽ പല തവണകളിലായിട്ട് അറബി പറയും, ആ ഒരു അജ്വ ഈത്തപ്പഴത്തിൻ്റെ ലോഡുമായി അവൻ മുങ്ങി അല്ലേ? അതെ, അത്രക്കും നീ വിശ്വസിച്ച നിൻ്റെ സ്വന്തം ആൾ മുങ്ങി അജ്വ ഈത്തപ്പഴത്തിൻ്റെ ലോഡുമായി. ഒരു നിമിഷം അത് അവരുടെ മനസ്സിലും ഉമ്മുൽ ഖൈറിൻ്റെ മനസ്സിലും ആ ഒരു ചിന്ത വന്നിരുന്നു. റബ്ബേ, അജ്വ ഈത്തപ്പഴത്തിൻ്റെ ലോഡും സുന്ദരിയായ പെണ്ണും പല രീതിയിൽ പല വാക്കുകളാൽ കുത്തി നോയിക്കപ്പെടുന്ന തൻ്റെ ഭർത്താവിൻ്റെ വാക്കുകൾ കേട്ട് അവളും ഒരു നിമിഷം എന്തൊക്കെയോ ഒന്ന് ചിന്തിച്ചു പോയി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട മോൻ അങ്ങനെ ചെയ്യില്ല എന്ന് 100% വിശ്വാസമായിരുന്നു. പക്ഷേ പണവും പെണ്ണും എല്ലാം കാണുമ്പോൾ എല്ലാവരും പലതും മറക്കുമല്ലോ എന്ന് വരെ ഒരു നിമിഷം ചിന്തിച്ചു. പടച്ച റബ്ബിനോട് ദുആ ചെയ്തു. അള്ളാഹുവേ, അറിയാതെ ഓരോന്ന് ചിന്തിച്ചു പോവുകയാണ് എൻ്റെ ഭർത്താവിൻ്റെ നിരന്തരമായ ആ ഒരു പീഡനങ്ങളും വാക്കുകളും കൊണ്ട്. അദ്ദേഹത്തിന് ഏത് സമയവും മക്കളില്ലാത്തതിൻ്റെ പേരിൽ വേറെ വിവാഹം കഴിക്കണം എന്നുള്ള ചിന്ത മാത്രമാണ്. എന്നാൽ ഒടുവിൽ അവർ അതിന് സമ്മതിച്ചു കൊടുക്കുമോ? അത് ഹംദ രക്ഷപ്പെട്ടതിനു ശേഷം ഉമ്മുൽ ഖൈറിന് നല്ല രീതിയിൽ പീഡനങ്ങൾ അവർ സഹിക്കുന്നുണ്ട്. ഉപദ്രവിക്കും. നീയാണ് എല്ലാം നശിപ്പിച്ച് കളഞ്ഞത് എന്ന് പറഞ്ഞിട്ട്. ആയിക്കോട്ടെ, കുഴപ്പമില്ല, പക്ഷേ ആ കുട്ടിയുടെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കൂല. ആ കുട്ടിക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ട്. ഇപ്പം അൽഹംദുലില്ലാ നല്ല റാഹത്തോടു കൂടി അവർ 2 പേരും
അതാ അജ്മലും ഹംദയും നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് അറബിയുമ്മയുടെ കൂടെ. അത് വല്ലാത്തൊരു സമാധാനവും സന്തോഷമാണ് ഉമ്മുൽ ഖൈറിനെ. അവർ ഓരോന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്നതാ വണ്ടിയുടെ ഹോൺ കേൾക്കുന്നു. ശരിക്കും ഉമ്മുൽ ഖൈർ ഒന്ന് ഞെട്ടി. റബ്ബേ, അതാടി വരുന്നു നിന്റെ മറ്റവന്. എന്നാൽ അറബി അനാവശ്യമായി പറയുന്നത് കേൾക്കുമ്പോൾ അവർ സങ്കടത്തോടെ കണ്ണീർ പൊഴിക്കും. എന്നാൽ തൻ്റെ പൊന്നുമോൻ ഷാമിലത ഇറങ്ങുന്നു. അറബിച്ചയ്ക്ക് കണ്ണുകൾ നിറഞ്ഞു. അവർ ഷാമിലിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. മോനെ, പക്ഷേ കെട്ടിപ്പിടിക്കാൻ ആഗ്രഹമുണ്ട്, പറ്റില്ലല്ലോ. ശരിയാണ്, തൻ്റെ പൊന്നുമോനാണ്. ആ ഒരു രീതിയിൽ എനിക്കവനെ. എങ്കിലും അവർ തൻ്റെ പ്രിയപ്പെട്ട മകൻ്റെ അടുത്തേക്കെത്തി. മോനെ ഷാമിൽ, ഉമ്മ എന്ന് പറഞ്ഞ് ഷാമിൽ നിറമിഴികളോടെ അതാ അറബിച്ചയുടെ അടുത്തേക്ക് വരുന്നു. ഉമ്മ, അതെ, ഒന്ന് ആ നെഞ്ചിൽ കിടന്ന് പൊട്ടിക്കരയണമെന്നവർക്ക് തോന്നി. പക്ഷെ പാടില്ലല്ലോ, അതിനൊരിക്കലും നമുക്ക് അനുമതിയല്ലല്ലോ. പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങേയറ്റം വേദനയും സന്തോഷവും ഉണ്ട്, എല്ലാം ഉണ്ട്. തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ കണ്ടപ്പോൾ തൻ്റെ പെറ്റുമ്മയെ കാണുന്ന പോലെയാണ് അവർക്ക് തോന്നിയത്. തന്നെ സ്നേഹത്തോടെ സ്വീകരിക്കാൻ ഇങ്ങനെയൊരു ഉമ്മ ഇനി ജീവിതത്തിൽ എനിക്കില്ല. അതെ, എൻ്റെ ഉമ്മ മരണപ്പെട്ടതിന് ശേഷം എനിക്കുണ്ടായ ഉമ്മയാണ് ഇത്. അതുകൊണ്ട് തന്നെ ഷാമിൽ പൊട്ടിക്കരയുകയായിരുന്നു അവരുടെ മുമ്പിൽ നിന്ന്. മോനെ കരയണ്ട, കരയണ്ട മോനെ, മോൻ അടുത്തെത്തിയല്ലോ. ഉമ്മുൽ ഖൈർ സ്നേഹത്തോടെ അവർ സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.